നമുക്കറിയാം 34 കൊല്ലം മുമ്പ്, അതായത് 1990 ഈ കേസിനാസ്പദമായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട ആ പ്രതിയെ രക്ഷപ്പെടുത്താനായി തൊണ്ടി മുതൽ മാറ്റി, അതായത് അടിവസ്ത്രം മാറ്റി തയ്പ്പിച്ചു, അളവ് മാറ്റി തയ്പ്പിച്ചു എന്നുള്ള ആരോപണമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ്, അതായത് ഓസ്ട്രേലിയ ഇന്റർപോളുമായി ഇന്ത്യയിലെ ഇന്റർപോൾ തമ്മിൽ ഒരു ചർച്ച നടന്നു, അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു കോണ്ടാക്ട് നടന്നതിന് ശേഷം അവർ ആ ഒരു പ്രതിയിൽ നിന്നും ലഭിച്ച വിവരം പിന്നീട് ഇങ്ങോട്ട് കൈമാറുകയും പിന്നീടാണ് 2005 ഈ ഒരു കേസ്, അല്ലെങ്കിൽ 2005-2006 ഈ ഒരു കേസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. ഇപ്പോൾ ആന്റണി രാജുവിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് 3 വർഷം തടവ് ആന്റണി രാജു MLAക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു നിമിഷം വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യഗായത്രി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി ചേരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുപ്രധാന വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാന ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം വന്നിരിക്കുന്നത്. നെടുമങ്ങാട് കോടതിയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്, വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ്. 3 വർഷം തടവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതൊക്കെ വകുപ്പുകൾ കൃത്യമായി പരിഗണിച്ചാൽ നമുക്കറിയാം. ഈ ഒരു കേസിൽ 6 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 6 വകുപ്പുകൾ നിലനിൽക്കുമെന്നുള്ളതാണ്. ചില വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതും കൂടി നമ്മൾ ഇന്ന് രാവിലെ ഈ കേസിനെ സംബന്ധിച്ച് ഇതിന്റെ വിധി വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. IPC 420 ഇതിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആന്റണി രാജുവിന്റെ പ്രതികരണവും, അല്ലെങ്കിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം ആന്റണി രാജുവിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കപ്പെട്ട കേസാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയത് എന്നുള്ളതും കൂടിയാണ്. നമ്മൾ ഈ കേസിന്റെ നാളുവഴികൾ ഒന്ന് നോക്കി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായി ഈ കേസിന് ആസ്പദമായ ആ സംഭവം 1990 തുടക്കമാണ് ഈ ഒരു കേസ് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ കേസിനാസ്പദമായ ആ കേസ് എന്താണെന്നുള്ളത്, ഒരു ഓസ്ട്രേലിയൻ പൗരനെ മയക്കുമരുന്നുമായി പിടികൂടുന്നു. ആ പൗരനെ പിടിച്ചെടുത്ത് കൃത്യമായി കേസ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് ആ കേസ് നടപടികൾ പുരോഗമിക്കുന്ന ഒരു സമയത്ത് ഈ പിടിച്ചെടുത്ത ഈ ഓസ്ട്രേലിയൻ പൗരന്റെ അഭിഭാഷകന്റെ ജൂനിയർ ആയിരുന്നു അന്ന് ആന്റണി രാജു MLA. ശേഷം കേസ് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ അടിവസ്ത്രം, അല്ലെങ്കിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ആ മയക്കുമരുന്ന് അന്ന് കണ്ടെത്തിയത്. പിന്നീട് ഈ കേസ് നടപടികൾ പുരോഗമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അടിവസ്ത്രം ഈ ഓസ്ട്രേലിയൻ പൗരന് ചേരുന്നില്ല, അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയൻ പൗരന് ചേരാത്ത അടിവസ്ത്രമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു. ഈ ഓസ്ട്രേലിയൻ പൗരനെ വിട്ടയക്കുന്നു. ഓസ്ട്രേലിയൻ പൗരൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ഓസ്ട്രേലിയൻ പൗരൻ അവിടെ ഒരു കൊലക്കേസിൽ അകത്താകുന്നു. ആ അകത്തായ ശേഷം ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാരനോട് ഈ ഓസ്ട്രേലിയൻ പൗരൻ ഈ കേസിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ, ഒരു സൗഹൃദപരമായ ഒരു സംഭാഷണം എന്നോണം പറഞ്ഞു പോകുന്ന ചില വിവരങ്ങൾ ആ സഹതടവുകാരൻ ആ ഡിറ്റക്റ്റീവ് സംഘത്തെ, അല്ലെങ്കിൽ ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട ആ ഡിറ്റക്റ്റീവ് സംഘത്തെ അറിയിക്കുന്നു. ആ ഡിറ്റക്റ്റീവ് സംഘം പിന്നീട് ഇന്റർപോളിനെ അറിയിക്കുന്നു. ഇന്റർപോൾ വഴി ഇന്ത്യയിലെ ഇന്റർപോളിലേക്ക് ആ വിവരങ്ങൾ എത്തുന്നു. അതിനുശേഷം ഇന്റർപോൾ നോട്ടീസ് നൽകുന്നു. ശേഷം ഈ കേസിൽ പുതിയൊരു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് അവിടെ രജിസ്റ്റർ ആവുകയാണ്. അല്ലെങ്കിൽ ആന്റണി രാജു കുറ്റക്കാരനായി, ആന്റണി രാജു പ്രതിയായി, തൊണ്ടിമുതൽ ക്ലർക്കും കൂടി പ്രതിയായിക്കൊണ്ട്, തൊണ്ടിമുതൽ ക്ലർക്കായ 1ാം പ്രതി KS ജോസും കൂടി പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അത് 2005-2006 കാലഘട്ടത്തിലൂടെയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ കേസ് ആന്റണി രാജു പ്രതിയായ ഈ ഒരു കേസ് പിന്നീട് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വലിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്, വലിയ തെറ്റാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പരമാവധി ശിക്ഷ നൽകണമെങ്കിൽ അത് മജിസ്ട്രേറ്റ് കോടതി വിട്ട് ആ ശിക്ഷാവിധി CGM കോടതി പ്രസ്താവിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. CGM കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തന്നെ ഇപ്പോൾ ശിക്ഷാവിധി പ്രസ്താവിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണം, അങ്ങനെ നൽകണമെങ്കിൽ CGM കോടതി ആ ശിക്ഷാവിധി പരിഗണിക്കണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്.
മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികളിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ശിക്ഷാവിധി മാത്രമായിട്ടാണ് ഇതിനെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഗൂഢാലോചനയ്ക്ക് 6 മാസം, തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും 10,000 രൂപ പിഴയും, കള്ള തെളിവുണ്ടാക്കലിന് 3 വർഷം, വ്യാജരേഖ ചമയ്ക്കൽ 2 വർഷം എന്നിങ്ങനെയാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒരു കേസ് തന്നെയാണ്. നിലവിൽ MLA ആണ്. ആ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും ആന്റണി രാജു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഉറപ്പ് വന്നിട്ടുണ്ട്. ആന്റണി രാജുവിന് തടവ് ശിക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടാതെ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഒരു ആവശ്യം, അത് പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളി എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിഷയത്തിൽ കോടതി വിധി വരുന്നത് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അന്വേഷണത്തിലുടനീളം വിചാരണയിലടക്കം വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം വന്ന ഒരു കേസ് കൂടിയാണ്. അന്വേഷണത്തിലും പല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതാണ്. അത് കോടതിയിലേക്ക് വിചാരണ എത്തുന്ന സമയത്ത് അത് പിന്നീട് വഞ്ചൂർ കോടതിയിൽ നിന്നാണ് നെടുമങ്ങാട് കോടതിയിലോട്ടൊക്കെ തന്നെ അത് മാറുന്നത്. അത്തരത്തിൽ വിചാരണയിൽ പോലും വലിയ തരത്തിലുള്ള ഒരു കാലതാമസം ഉണ്ടായ കേസാണ്. അത് 19 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിധി വരുമ്പോൾ രണ്ടുപേരും, ജോസും അതുപോലെ തന്നെ ആന്റണി രാജുവും കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയുള്ള ശിക്ഷാവിധി അത് പ്രഖ്യാപിക്കുക, അത് ഇന്നത്തെ ദിവസം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുറച്ചു മുൻപ് വലിയ തരത്തിലുള്ള പ്രതിഷേധം നെടുമങ്ങാട് കോടതിക്ക് മുൻപിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KSUവിന്റെ നേതൃത്വത്തിൽ അടക്കം വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. MLA സ്ഥാനം രാജിവെക്കണം ആന്റണി രാജു എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ഇത് LDFനെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തേക്കൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ആന്റണി രാജുവിനെതിരെയും അതുപോലെ തന്നെ LDFനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ജനപ്രതിനിധിയായി വലിയ തരത്തിൽ പേര് നേടിയ ഒരു വ്യക്തി, കഴിഞ്ഞ ഗതാഗത മന്ത്രിയായിരുന്നു, ഇപ്പോൾ നിലവിൽ MLA ആണ് ആന്റണി രാജു. ഇപ്പോൾ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന തരത്തിൽ, തുലാസിലല്ല അയോഗ്യനാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജുവിനും ജോസിനും തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി പ്രസ്താവിച്ചിരിക്കുന്ന ശിക്ഷ. യെസ്, അത് തന്നെയാണ്. സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. അതിൽ വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷം, ഗൂഢാലോചനയ്ക്ക് 6 മാസം, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം എന്നുള്ളതൊക്കെയാണ്. എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. ചില വകുപ്പുകൾ ഒഴിവാക്കപ്പെട്ട നിലനിൽക്കാത്ത സാഹചര്യമുണ്ട്. 6 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ആ 6 വകുപ്പുകൾ ചുമത്തിയാണിപ്പോൾ ശിക്ഷാവിധിയിലേക്കടക്കം എത്തിയിരിക്കുന്നത്. അതിൽ ആന്റണി രാജു MLAക്ക് 3 വർഷം തടവ് ശിക്ഷയാണ്. MLA സ്ഥാനം എന്തായാലും രാജിവെക്കേണ്ടി വരും എന്നുള്ളത് സുനിശ്ചിതം. അയോഗ്യനാക്കും അല്ലെങ്കിൽ അയോഗ്യനായേക്കും എന്നുള്ള വിവരങ്ങൾ അത് ഉറപ്പാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു നിമിഷം ലഭിക്കുകയാണ്.